വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല. കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഇരുമ്പും തുരുമ്പുമെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത്. ഇരുമ്പും തുരുമ്പുമെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയുമുള്ള സ്വർഗരാജ്യത്തിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കുവിൻ. സൽക്കർമ്മങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ലക്ഷ്യം മനുഷ്യരുടെ പ്രശംസ പിടിച്ചുപറ്റുക ആകരുത്. അത്തരം മതാത്മകത മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയില്ല. ദൈവവുമായി ബന്ധപ്പെടുവാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാനാവില്ല. യഹൂദ നേതൃത്വത്തിൻ്റെ കപടതയാണ് പൊതുവായി ഈശോ ചോദ്യം ചെയ്യുന്നത്. ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം എന്നീ സുഹൃതങ്ങൾ അഭ്യസിക്കുമ്പോൾ യഹൂദ നേതൃത്വം അവരുടെ കാപട്യം മൂലം യേശുവിൻ്റെ രൂക്ഷമായ വിമർശനത്തിന് വിധേയരായി. ഈ 3 പ്രവർത്തനങ്ങളുടെയും സ്വാഭാവികമായ ലക്ഷ്യങ്ങളും യഹൂദരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നതിനാലാണ് യേശു അവരെ കുറ്റപ്പെടുത്തുന്നത്. ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തിയുമായി ബന്ധമില്ലാത്ത ഒരു ജീവിതം യേശു നിശിതമായി വിമർശിക്കുകയാണ്. മനുഷ്യർ സൽപ്രവർത്തികൾ ചെയ്യുന്നത് സഹോദരങ്ങളുടെ നന്മയും ദൈവത്തിൻ്റെ മഹത്വത്തിനും വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഇഗ്നേഷ്യസ് ലോയോളയെ പോലെയുള്ളവർ പറഞ്ഞത്, ഡു എവറിത്തിങ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗാഡ്. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അത് ദൈവത്തിൻ്റെ അതിമഹത്വത്തിനായിട്ടായിരിക്കണം. നമ്മുടെ മഹത്വത്തിന് വേണ്ടിയോ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയോ ഉള്ള പ്രവർത്തനങ്ങളാകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. അത്തരം കാപട്യമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ ശിഷ്യന്മാർ ദൈവത്തിന് മഹത്വം നൽകുകയും ലോകത്തിന് പ്രകാശമായി തീരുകയും ചെയ്യണമെന്ന് യേശു അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ അന്ധകാരം നിറഞ്ഞ സമൂഹത്തിൽ പ്രകാശമായി തീരുവാൻ സ്വാദ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ രുചികരമായ സ്വാദുള്ളതായി മാറുവാൻ അവിടുന്ന് ക്ഷണിക്കുകയാണ്. ധർമ്മദാനം അവരുടെ ഇടയിൽ നിലവിലിരുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതുവഴി ദൈവത്തിൽ നിന്നുള്ള ഏത് കാര്യവും നേടിയെടുക്കാമെന്ന് അവർ ചിന്തിച്ചു. ധർമ്മദാനം ചെയ്യുന്നത് പരസ്യമാക്കുന്നത് വഴി മറ്റുള്ളവർ അവരെക്കുറിച്ച് മേന്മ കരുതുവാൻ സാധിക്കുന്നു എന്നുള്ള സംതൃപ്തിയിൽ അങ്ങനെ ചെയ്തവരുമുണ്ട്. മനുഷ്യനെ സഹായിക്കാനാണെന്ന വ്യാജേന സ്വന്തം താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം
കപടനാട്യമായി യേശു ചിത്രീകരിക്കുന്നു. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുക തൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു സമ്പാദ്യമാണല്ലോ. എന്നാൽ അത് ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നായിരിക്കണം, അല്ലെങ്കിൽ അത് കൈമോശം വന്നു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഭൂമിയിൽ സമ്പാദ്യങ്ങളുണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം ഭാവിയെക്കുറിച്ചുള്ള മനസ്സിൻ്റെ ആകുലതകൾ അകറ്റുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ കണക്കുകൂട്ടലുകൾ അടിസ്ഥാനരഹിതമാണെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമിയിലെ സമ്പാദ്യം ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായി കരുതിയിരുന്ന യഹൂദർക്ക് ഭൂമിയിലെ നിക്ഷേപം സ്വർഗത്തിലെ നിക്ഷേപം തമ്മിലുള്ള യഥാർത്ഥ അന്തരം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഭൂമിയിലെ സമ്പാദ്യങ്ങളെല്ലാം കടന്നു പോകുന്നതും നശ്വരങ്ങളുമാണ്. എത്ര വിലയേറിയ വസ്ത്രങ്ങളും അമൂല്യങ്ങളായ രത്നങ്ങളും നഷ്ടപ്പെട്ടേക്കാം. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കും, കള്ളന്മാർ മോഷ്ടിക്കും. സ്വർഗത്തിലെ നിക്ഷേപമാകട്ടെ അനശ്വരമായ ഒന്നാണ്. അതാർക്കും നഷ്ടപ്പെടുത്തുവാനോ എടുത്തുകൊണ്ടു പോകുവാനോ സാധ്യമല്ല. ഏത് സമ്പാദ്യമാണ് മനുഷ്യൻ ഇന്ന് കാണുന്നത്, അതിനെപ്പറ്റിയായിരിക്കും അവൻ്റെ ഹൃദയവും. എവിടെയാണോ നിൻ്റെ നിക്ഷേപം, അവിടെ ആയിരിക്കും നിൻ്റെ ഹൃദയവും. അതായത് അവനെ നയിക്കുന്ന പ്രേരക ശക്തി അവൻ തിരഞ്ഞെടുക്കുന്ന സമ്പാദ്യമായിരിക്കും. മത്തായി ശ്ലീഹായുടെ വീക്ഷണമനുസരിച്ച് സ്വർഗത്തിലെ സമ്പാദ്യം നേടാനുള്ള മാർഗം ശിഷ്യന്മാരുടെ സൽപ്രവർത്തികളാണ്, നല്ല പ്രവൃത്തികൾ. മനുഷ്യൻ അധ്വാനം കൊണ്ട് ഭക്ഷണം സമ്പാദിക്കണമെന്ന് ദൈവം ആദത്തോട് പറയുന്നുണ്ടല്ലോ. അധ്വാനിക്കാത്തവൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹി ഹു ഡസ് നോട്ട് വർക്ക് ലെറ്റ് ഹിം നോട്ട് ഈറ്റ്. ഭക്ഷണം ദൈവത്തിന് ദാനമാണെന്നും ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിക്കുന്നവർക്കത് ലഭിക്കുന്നുവെന്നും വചനം പഠിപ്പിക്കുന്നു. ദൈവം ഇസ്രായേലിന് മന്ന നൽകിയപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസവും ഭക്ഷിക്കാൻ ആവശ്യമായത് മാത്രമേ ശേഖരിക്കുമായിരുന്നുള്ളൂ, അതിന് മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അന്നന്നത്തെ അപ്പം തരണമേ എന്ന് പ്രാർത്ഥിച്ചത്. അത് പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചു വച്ചാൽ ഉപയോഗിക്കാൻ കൊള്ളില്ല. അപ്പോൾ അതാത് ദിവസത്തെ അപ്പം അത് മതി. മനുഷ്യൻ പൂർണ്ണമായി ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അവിടുന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നു, എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു, ആര് ചോദിക്കാനാണ്, ആര് പറയാനാണ്, മിണ്ടിപ്പോകരുത് എന്നൊക്കെ പറയുന്ന ആ സ്വരമൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം എൻ്റെ കഴിവാണ്, മിടുക്കാണ്, കുടുംബ മാഹാത്മ്യമാണ്, വിദ്യാഭ്യാസ യോഗ്യതയാണെന്ന് അഹങ്കരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു വലിയ വാണിങ്ങാണിത്. ദൈവം മാത്രമാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്തായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ, കുടുംബത്തിൻ്റെ, കൂട്ടായ്മയുടെ, സഭയുടെ, സമൂഹത്തിൻ്റെ അംഗമാണ് ഞാനെന്നുള്ള അഭിമാനബോധം നമുക്കുണ്ടായിരിക്കണം. പരിപൂർണമായ ആശ്രയം ദൈവത്തിൽ മറ്റെല്ലാം നിസ്സാരമായി കണ്ടുകൊണ്ട് അവനോട് യോജിച്ചു നിന്ന് വളരെ എളിമയോടുകൂടി നമുക്കുള്ളതെല്ലാം അവൻ്റെ ദാനമാണെന്നും ദാനമേകുവാൻ അവിടുന്ന് നൽകുന്ന അവസരമാണെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നതും ജീവിതത്തെ വഴി നടത്തുന്നതും സർവശക്തനാണ് എന്നത് ദൈവവിശ്വാസിയുടെ അടിസ്ഥാന ജീവിത മനോഭാവമാക്കി മാറ്റണം. സമ്പാദ്യതൃഷ്ണ ഒരു ജന്മവാസനയാണ് എല്ലാ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം. നശ്വരവും അനശ്വരവുമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത്, അത് ശാശ്വതമല്ല, നശ്വരമാണ്.
ഇരുമ്പും തുരുമ്പുമെടുക്കും, കള്ളന്മാർ മോഷ്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, അത് ശാശ്വതമല്ല. എന്നാൽ അനശ്വരമായത് നിങ്ങൾ കരുതി വയ്ക്കുവിൻ, സ്വർഗത്തിൽ എവിടെയാണോ നിക്ഷേപം അവിടെയായിരിക്കും ഹൃദയവും. നമ്മുടെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ സമ്പത്ത് ദൈവത്തിൽ നിക്ഷേപിച്ച വ്യക്തികളായി മാറുവാൻ നമുക്ക് കഴിയും. ഇല്ല ബാങ്കുകളിലോ അമിത പലിശയിലേക്കൊക്കെ കൊടുത്തുകൊണ്ട് സമ്പത്തിനെക്കുറിച്ചുള്ള ആകുലതയിൽ കഴിയുന്ന ആളുകൾക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള സത്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തെ സമ്പത്തായി കണ്ടുകൊണ്ട് മറ്റുള്ളവരിൽ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരിൽ, അനാഥരിൽ, അവഗണിക്കപ്പെട്ടവരിൽ, അനന്ത സാധ്യതകളുള്ള യുവജനങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് സമ്പാദ്യം നേടിയ ഒരു വ്യക്തിയെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്, വിശുദ്ധ ഡോൺ ബോസ്കോ. ബെച്ചി എന്ന ഇറ്റലിയിലെ പിയമോണ്ട് സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1815 ഓഗസ്റ്റ് മാസം 18 അദ്ദേഹത്തിൻ്റെ പിതാവ് ഫ്രാൻസിസ്കോയും മാതാവ് മാർഗരറ്റും ആയിരുന്നു. അദ്ദേഹത്തിന് 2 സഹോദരങ്ങളുണ്ടായിരുന്നു, അന്തോണിയോ, ജോസഫ്. ചെറുപ്പം മുതലേ ആരോഗ്യവാനും ഊർജ്ജസ്വലനും ബുദ്ധിശാലിയുമായിരുന്നു ഡോൺ ബോസ്കോ. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. വൃദ്ധയായ അമ്മ പറക്കമുറ്റാക്കാത്ത കുഞ്ഞുങ്ങളെ, വലിയ പ്രയോജനമൊന്നുമില്ലാത്ത, ഫലപുഷ്ടിയില്ലാത്ത മണ്ണ്, സാമ്പത്തിക ഞെരുക്കം, ആ അമ്മ അനുഭവിച്ച വേദന നിരവധിയായിരുന്നു. 3 മക്കളെ വളർത്തുക അപ്പൻ്റെ അസാന്നിധ്യത്തിൽ. മെച്ചമായ വിദ്യാഭ്യാസം അമ്മയ്ക്കില്ലായിരുന്നുവെങ്കിലും കൃത്യനിഷ്ഠ, ജീവിത ലാളിത്യം, പ്രാർത്ഥനാശീലം എന്നിവ ശ്രദ്ധാപൂർവം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചു. ഇതാണ് സമ്പത്തായിട്ട് ആ അമ്മ കണ്ടത്. ദൈവത്തെ സമ്പത്തായിട്ട് കണ്ടു. കൃത്യനിഷ്ഠ, ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുവാൻ ദൈവം കൊടുക്കുന്ന അവസരമായി കണ്ടുകൊണ്ട് അത് ദൈവമഹത്വത്തിനായി ചെയ്യുവാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞു. ജീവിത ലാളിത്യം, ആർഭാടമായി ജീവിക്കുവാൻ പറ്റില്ല. ഭർത്താവ് ഈ ലോകത്തെ വിട്ട് കടന്നുപോയി. 3 മക്കളെ വളർത്തണം. അവരുടെ കാര്യങ്ങൾക്ക്, പഠനങ്ങൾക്ക്, ഭക്ഷണത്തിന് ഒക്കെ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരമ്മയാണ് നാം അവിടെ കാണുന്നത്. അമ്മയ്ക്കുള്ള സമ്പാദ്യം പ്രാർത്ഥനാശീലമായിരുന്നു. ദൈവവുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ കുറവുകൾക്ക് പരിഹാരമനുഷ്ഠിച്ചുകൊണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് തരപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് അരുളി ചെയ്ത തമ്പുരാൻ്റെ വാക്കുകൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് നിരന്തരമായി ദൈവവുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് എന്താണ് തമ്പുരാനെ നീ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് വ്യക്തിപരമായി ജീവിത സാഹചര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരമ്മയാണ് കാണുന്നത്. അമ്മയുടെ ഈ ജീവിതശൈലി മക്കൾക്കെല്ലാവർക്കും പ്രചോദനമായി. അത് വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഏറെ അഭിമാനകരമായി എന്നുള്ളത് പിന്നീട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ചെറിയ ജോലികളൊക്കെ ചെയ്ത് ബാലനായ ജോൺ തന്നാലാവുന്ന വിധം അമ്മയെ സഹായിച്ചു. പൈതലായ യേശു വിറക് മുറിക്കുവാൻ, പാത്രം കഴുകുവാൻ വിമലരിൽ വിമലൻ മടിച്ചില്ല. വിയർപ്പിൻ്റെ വിലയായി അപ്പം ഭക്ഷിക്കുവാൻ വിശ്വൈകനാഥൻ മറന്നില്ല എന്ന് യേശുവിനെക്കുറിച്ച് നാം വായിക്കുന്നത് പോലെ ഇവിടെ അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് അധ്വാനിച്ച് അമ്മയെ സഹായിക്കുവാനാവുന്ന വിധത്തിലൊക്കെ അമ്മയെ സഹായിക്കുവാൻ പരിശ്രമിച്ച ഒരു ബാലനെയാണ് ഡോൺ ബോസ്കോയിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത്. 1825 5 വയസ്സുള്ളപ്പോൾ ജോണിന് ഒരു ദർശനമുണ്ടായി. ഒരു പറ്റം യുവാക്കളെ കരുതലോടെ നയിക്കുന്ന രംഗം. സൗമ്യതയിലും കരുതലിലും
അതിന് സ്നേഹിതരായി കൂടെ വളർത്തുന്ന ഒരു സ്വപ്നം. അതാണ് 3 മക്കളെ അപ്പനില്ലാതെ വളർത്തിയ അമ്മയുടെ മാതൃക എന്നും മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ച ആ മകൻ തൻ്റെ 5-ാമത്തെ വയസ്സിലൊരു സ്വപ്നം കാണുകയാണ്. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ ദൈവം തന്നെ വിളിക്കുന്നു. അതിന് ദൈവാശ്രയവും കരുതലും സ്നേഹവുമൊക്കെ കൊടുത്തുകൊണ്ട് അവരെ നയിക്കുവാൻ, അവർക്ക് ഇല്ലാത്തത് കൊടുക്കുവാൻ, അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുവാനുള്ള ഒരു പ്രചോദനം നൽകി നയിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കൊരു വൈദികനാകണം. മതപഠനത്തിൽ അത്യുത്സാഹം കാണിച്ച ജോൺ 1821 മാർച്ച് മാസത്തിൽ 10-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിക്കുന്നു. വൈദികനാകുവാനുള്ള ആഗ്രഹം ഇടവകയിലെ വയോധികനായ വികാരി കൊലോസോയോട് അറിയിച്ചു. ഉപരിപഠനം ചെലവേറിയതിനാൽ കൃഷിസ്ഥലങ്ങൾ തന്നെ സഹായിച്ചാൽ മതിയെന്ന് സഹോദരൻ അന്തോണിയോ നിർബന്ധിച്ചു. എന്നാൽ കൊലോസോ അച്ഛൻ നിർദ്ദേശിച്ചനുസരിച്ച് രാവിലെ വൈദിക ജീവിത പരിശീലനത്തിലുള്ള പാഠങ്ങളും ഉച്ച കഴിഞ്ഞ് കൃഷിജോലിയും ചെയ്ത് ജോൺ തൻ്റെ ദൈവവിളിയോട് വിശ്വസ്തത കാണിച്ചു. അപ്പോൾ അധ്വാനിച്ച് കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കുകയും വൈദിക പരിശീലനത്തിൻ്റെ പാഠങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തുകൊണ്ട് ഓര എത്ത് ലബോറ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. പഠിക്കാൻ ജോൺ വളരെ സമർത്ഥനായിരുന്നു. എന്നാൽ സഹോദരൻ്റെ അഹിസഹിഷ്ണുതയും പീഡനവും മൂലം ജോണിന് തന്നെ ഭവനം ഉപേക്ഷിക്കേണ്ടി വന്നു. 1829 14-ാമത്തെ വയസ്സിൽ ഒരു സഞ്ചി നിറയെ പുസ്തകങ്ങളുമായി ഒരു നാടോടിയെപ്പോലെ ജോൺ തൻ്റെ ഭവനം വിട്ട് പൊതുനിരത്തിലേക്ക് ഇറങ്ങുകയാണ്. സാത്വികനായ ലൂയിജി മൊഗ്ലിയോ തൻ്റെ ഭവനത്തിൽ ജോണിന് താമസവും ജോലിയും നൽകി. തൊട്ടടുത്തുള്ള ഇടവക പള്ളിയിൽ കുർബാനയും അതിനുശേഷമുള്ള സമയം യുവജന സംഘടനത്തിനുമായി അദ്ദേഹം ചിലവഴിച്ചു. സഹപാഠികൾക്ക് ഏത് സഹായവും ഏത് സമയത്തും ചെയ്യുവാൻ ജോൺ തയ്യാറായിരുന്നു. നല്ല ക്രിസ്ത്യാനിക്ക് ചേരാത്ത വാക്കുകളും പ്രവൃത്തികളും ഒന്നും അദ്ദേഹം കൂട്ടുകാരുമായി പങ്കുവച്ചിട്ടില്ല. പഠനത്തിന് ശേഷം വൈകുന്നേരങ്ങളിൽ ഒരാളുടെ ഭവനത്തിൽ എത്തിച്ചേരുകയും അവിടെ വായന, പഠനം, പ്രാർത്ഥന എന്നിവ മുടക്കം കൂടാതെ നടത്തുകയും ചെയ്തു. അവരുടെ സംഘത്തിന് ആനന്ദത്തിൻ്റെ സംഘം, സൊസൈറ്റി ഓഫ് ജോയ് എന്നാണ് പേരിട്ടത്. 1835 ഒക്ടോബർ 25-ാം തീയതി ടൂറിനിലെ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസിസി കോളേജിൽ ചേർന്നു. ആവശ്യമായ പരിശീലനത്തിന് 1841 ജൂൺ 5-ാം തീയതി അദ്ദേഹം വൈദികനായി അഭിഷിക്തനാവുകയാണ്. വൈദിക അഭിഷേകത്തിന് ശേഷം ടൂറിനിലെ കോൺവിറ്റോ എന്ന വൈദിക കോളേജിൽ ജോലി ലഭിച്ചു. യുവവൈദികർക്ക് അജപാലന ശുശ്രൂഷയിൽ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. രോഗികൾ, തടവറക്കാർ എന്നിവരെ പ്രത്യേകമായി സന്ദർശിക്കുവാനും ധ്യാനം പ്രസംഗിക്കുവാനും മതബോധന ക്ലാസുകൾ നടത്തുവാനും 3 വർഷം ജോൺ അവിടെ താമസിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. തെരുവിൽ കഴിയുന്ന യുവാക്കൾക്കായി ദൈവപരിപാലനയനുസരിച്ച് കൂടിവരവ് ക്രമീകരിച്ചു. തെരുവ് കുട്ടികളുടെ പ്രതിവാര സമ്മേളനത്തിന് ഓറട്ടറി എന്ന് പേരിട്ടു. അവർക്കായി 1 മണിക്കൂർ നീളുന്ന മതബോധനം നടത്തി. അവരുടെ കുമ്പസാരം കേട്ടു. അവർക്കായി പ്രത്യേകം ദിവ്യബലി അർപ്പിച്ചു. തെരുവ് കുട്ടികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കടകൾ സന്ദർശിച്ച് അവരുടെ സ്വഭാവത്തിൻ്റെ ക്രമാനുഗത വളർച്ച വിലയിരുത്തി. ഡോൺ ബോസ്കോയുടെ വിദ്യാഭ്യാസ സമീപനത്തിൽ ശിഷ്യർക്ക് ഒരു ശിക്ഷണവും, അതായത് പണിഷ്മെൻ്റ് ഇല്ലാതെ സ്നേഹം കൊണ്ട് അവരെ തിരുത്തിയെടുത്ത ഒരു വ്യക്തിയായിട്ടാണ് ഡോൺ ബോസ്കോയെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ശിക്ഷയ്ക്ക് യാതൊരു സ്ഥാനവും അദ്ദേഹം കൊടുത്തിരുന്നില്ല.
ഉത്തരവാദിത്വ ബോധം അദ്ദേഹം ഉളവാക്കിയും അനുസരണക്കേടിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയുമായിരുന്നു അദ്ദേഹം നിയമങ്ങൾ അഭ്യസിച്ചിരുന്നത്. നിയമം സ്നേഹത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. യുവാക്കളെ തിരുത്തുകയും അവരുടെ ചെറിയ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഡോൺ ബോസ്കോയുടെ കാഴ്ചപ്പാടിൽ ഒരു അധ്യാപകൻ ഒരു പിതാവും ഉപദേശകനും സുഹൃത്തും ഒക്കെ ആയിരിക്കണം. എത്ര വലിയ ഉന്നതമായ ഒരു മനോഭാവമാണത്. ഒരു വിദ്യാർത്ഥിയെ മോശമാകാതെ ശ്രദ്ധിക്കുക, മോശമായി വരുന്ന കുട്ടികളെ കൂടുതൽ മോശമാകാതെ അവരെ തിരുത്തിയെടുക്കുക, സ്നേഹം കൊടുത്ത്. ആകുലതകൾ, തിരസ്കരണം, അപവാദങ്ങൾ, പീഡനങ്ങൾ, ജോലിഭാരം ഇവയെല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ മുഴുവനായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. കുട്ടികൾക്ക് ഭക്ഷണവും പാർപ്പിടവും ജോലിയും അന്വേഷിച്ചുള്ള തീരായാത്രയിലായിരുന്നു ഡോൺ ബോസ്കോ എപ്പോഴും. കുട്ടികൾക്ക് വേണ്ടി വായനശാല, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, അനാഥശാല എന്നിവകൾ അദ്ദേഹം സ്ഥാപിച്ചു. നല്ല മാതൃകയും ഉപദേശവും വഴി ചെറുപ്പക്കാരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി 1865 ജനുവരി 6 സലേഷ്യൻ സഭ ആരംഭിച്ചു. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ തിരഞ്ഞെടുത്തു. ഫ്രാൻസിസ് സാലസ് സൗമ്യതയുള്ള വാക്കുകൊണ്ടും തൂലിക കൊണ്ടും മാതൃക കൊണ്ടും പുണ്യപ്രവർത്തികൾ കൊണ്ടും നടത്തിയ വിശ്വാസ പ്രഘോഷണം ഡോൺ ബോസ്കോയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ആദ്യം നിങ്ങളെ തന്നെ കൊടുക്കുക, പിന്നെ ദൈവത്തെ കൊടുക്കുക. സലേഷ്യൻസിൻ്റെ ആദർശം ഇതാണ്. സ്നേഹിക്കാൻ ആരുമില്ലാത്ത പാവപ്പെട്ട അംഗീകരിക്കപ്പെടാത്ത യുവജനങ്ങളെ സലേഷ്യൻ സഭ ലക്ഷ്യമാക്കിയിരുന്നു. 1871 ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ പുത്രിമാർ എന്ന സന്യാസ സഭ സ്ത്രീകൾക്ക് വേണ്ടി സ്ഥാപിച്ചു. 1874 സലേഷ്യൻ കോപ്പറേറ്റേഴ്സ് എന്ന പേരിൽ ചെറുപ്പക്കാരായ അൽമായർക്ക് വേണ്ടി ഒരു ഭക്ത സംഘടന സ്ഥാപിച്ചു. മരിക്കുന്നതിന് മുമ്പ് യുവാക്കളെ അരികിൽ വിളിച്ച് 3 കാര്യങ്ങൾ മറക്കരുതെന്ന് ഉപദേശിച്ചു. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, ക്രിസ്ത്യാനികളുടെ സഹായമായ ദൈവമാതാവിനോടുള്ള ഭക്തി, പരിശുദ്ധ പിതാവിനോടുള്ള ആദരവ്. ഈശോ, മറിയം എന്നീ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് 1888 ജനുവരി 31 ഡോൺ ബോസ്കോ ദിവംഗതനായി. ടൂറിലെ ഡോൺ ബോസ്കോ ബസിലിക്കയിൽ ഭൗതിക ശരീരം ഇന്നും സൂക്ഷിക്കുന്നു. 1934 ഏപ്രിൽ 1 ഈസ്റ്റർ ദിനത്തിൽ 11 പിയൂസ് മാർപ്പാപ്പ ഡോൺ ബോസ്കോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. എഡിറ്റേഴ്സ്, പബ്ലിഷേഴ്സ്, സ്കൂൾ വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്നിവരുടെ പ്രത്യേക മധ്യസ്ഥനായി ഡോൺ ബോസ്കോയെ തിരുസഭ ആദരിക്കുന്നു. എത്രത്തോളം പൈതൃകമാണ് അദ്ദേഹം സമൂഹത്തിന് നൽകിയത് എന്ന് കാണുമ്പോൾ ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവരുടെ മാലാഖമാർ ദൈവസന്നിധിയിൽ അനവരതം അവർക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കുന്നു. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ പിതാവ് നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ പ്രതിബദ്ധതയോടെ വൈദികനായുകയും ആ വൈദിക വൃത്തിയിൽ പാവപ്പെട്ടവരോട്, യുവതി യുവാക്കന്മാരോട് ഒക്കെ പ്രത്യേക പരിഗണന കാണിച്ചുകൊണ്ട് സ്നേഹത്തോടെ അവരെ തിരുത്തിക്കൊണ്ട് അവർക്ക് കൊടുത്ത പ്രോത്സാഹനം എന്ന് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുവൻ നീ ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത് എന്നുള്ള തമ്പുരാൻ്റെ വാക്കുകളാണ്. അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായി പ്രവർത്തിച്ച് പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് നയിച്ച വിശുദ്ധ ഡോൺ ബോസ്കോ നമുക്കേവർക്കും നൽകുന്ന ഒരു പ്രചോദനം, പാവപ്പെട്ടവരോട് പക്ഷം ചേർന്നുകൊണ്ട് അവരിലുള്ള അനന്ത സാധ്യതകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരിക. അവരുള്ള കുറവുകൾ താനേ പരിഹരിക്കപ്പെടും. അവർക്ക് ജീവിതത്തിൽ ഒരു നല്ല ലക്ഷ്യം കൊടുക്കുവാൻ കഴിഞ്ഞാൽ, യേശുവിനെ കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നിധി എന്നുള്ളതാണ്. അതിന് വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മധ്യസ്ഥത നമുക്കേവർക്കും പാവപ്പെട്ടവരോട് പക്ഷം ചേരുവാൻ, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുവാൻ, അവരിലുള്ള അനന്ത സാധ്യതകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുവാൻ സഹായകമാകട്ടെ.